മാർച്ച് 27 1977 ഇതേ ദിവസമാണ് ലോക വ്യോമയാന ചരിത്രം കണ്ട ഏറ്റവും വലിയ വിമാനാപകടം നടന്നത്. സ്പെയിനു കീഴിലെ സ്വയംഭരണാവകാശമുള്ള കാനറി ദ്വീപുകളിൽപ്പെട്ട ലോസ് റോഡിയോസ് എയർപോർട്ട് എന്നറിയപ്പെട്ടിരുന്ന ടെനറിഫ് എയർപോർട്ടിൽ നടന്ന ഈ ദുരന്തത്തിൽ 583 ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഡച്ച് വിമാന കമ്പനിയായ KLMന്റെയും USA പാൻ ആമിന്റെയും 2 ബോയിങ് 747 യാത്രാ വിമാനങ്ങൾ കൂട്ടിയിടിച്ചാണ് ഈ അപകടമുണ്ടായത്. അന്ന് കാനറി ദ്വീപുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിമാനത്താവളമായ ഗ്രാൻഡ് കാനറിയ എയർപോർട്ടിൽ വിഘടനവാദ സംഘടനയായ കാനറി ഐലൻഡ്സ് ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ബോംബ് സ്ഫോടനം നടത്തിയതോടെ അങ്ങോട്ടുള്ള എല്ലാ വിമാനങ്ങളെയും ടെനറിഫ് എയർപോർട്ടിലേക്ക് വഴി തിരിച്ചുവിടേണ്ടി വന്നിരുന്നു. തന്മൂലമുണ്ടായ അസാധാരണമായ തിരക്ക് കാരണം ടെനറിഫ് എയർപോർട്ടിലെ ടാക്സി വേകളെല്ലാം പാർക്ക് ചെയ്ത ഫ്ലൈറ്റുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അതിനാൽ ഉടൻ പുറപ്പെടേണ്ട ചില വിമാനങ്ങൾ റൺവേയിൽ തന്നെ ടാക്സി ചെയ്യേണ്ടി വന്നു. കടുത്ത മൂടൽമഞ്ഞു കാരണം എയർഫീൽഡിലെ വിസിബിലിറ്റിയും തീരെ കുറവായിരുന്നു. ഈ സാഹചര്യം നിലനിൽക്കെയാണ് KLM വിമാനം റൺവേയിൽ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങുന്നത്. അതിനുവേണ്ടി അതേ റൺവേയിൽ ഉണ്ടായിരുന്ന പാൻ ആമിനോട് തേർഡ് എക്സിറ്റ് വഴി പാരലൽ ടാക്സി വേയിലോട്ട് നീങ്ങാൻ എയർ ട്രാഫിക് കൺട്രോളർ നിർദ്ദേശിക്കുന്നു. എന്നാൽ കടുത്ത മൂടൽമഞ്ഞ് കാരണമുണ്ടായ മോശം വിസിബിലിറ്റി കാരണം തേർഡ് എക്സിറ്റ് പാനാം ക്രൂവിന് മിസ്സാവുന്നു. അപ്പോഴേക്കും ATCയിൽ നിന്നുള്ള ടേക്ക് ഓഫ് ക്ലിയറൻസ് കിട്ടിയെന്ന് തെറ്റിദ്ധരിച്ച KLM ക്യാപ്റ്റൻ വിമാനത്തിന്റെ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞിരുന്നു. മൂടൽമഞ്ഞിനെ വകഞ്ഞുമാറ്റി കുതിച്ച KLMലെ പൈലറ്റുമാർക്ക് മുന്നിൽ കിടക്കുന്ന പാനാമിനെ കാണാൻ സാധിക്കുമ്പോഴേക്കും വിമാനം നിർത്താൻ സാധിക്കാത്ത തരത്തിലുള്ള ടേക്ക് ഓഫ് സ്പീഡിലോട്ട് എത്തിയിരുന്നു. ആസന്നമായ കൂട്ടിയിടി ഒഴിവാക്കാനുള്ള അവസാന ശ്രമമെന്ന നിലയിൽ KLMലെ പൈലറ്റ്സ് വിമാനത്തിന്റെ എയർക്രാഫ്റ്റ് നോസ് മുകളിലോട്ട് റൊട്ടേറ്റ് ചെയ്തെങ്കിലും ടെയിൽ സ്ട്രൈക്ക് ചെയ്ത് വിമാനം അല്പം പൊങ്ങിയെന്നല്ലാതെ 140 നോട്ട്സ് ഏതാണ്ട് 260 km/h വേഗതയിലെത്തിയിരുന്ന വിമാനത്തിന് 100 മീറ്റർ മാത്രം അകലെയുണ്ടായിരുന്ന പാനാമിനെ പൂർണ്ണമായും ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല. പാനാമിനെ ഭാഗികമായി തകർത്ത് നിലം പതിച്ച KLM ഒരു വൻ സ്ഫോടനത്തോടെ അഗ്നിഗോളമായി മാറി. KLMലെ ക്രൂ മെമ്പേഴ്സും യാത്രക്കാരുമടക്കം 248 പേരും പാനാമിലെ മുൻഭാഗത്തുണ്ടായിരുന്ന 61 ആളുകളൊഴിച്ച് ബാക്കി 335 ആളുകളും ദാരുണമായി കൊല്ലപ്പെട്ടു. പിൽക്കാലത്ത് ലോകമെമ്പാടുമുള്ള വ്യോമയാന സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനുള്ള കാരണമായി ഈ ദുരന്തം മാറി. തന്മൂലം വ്യോമയാന രീതികളിലും നടപടിക്രമങ്ങളിലും സാങ്കേതിക വിദ്യയിലും കാര്യമായ സുരക്ഷാ മാറ്റങ്ങൾ ലോകവ്യാപകമായി നിലവിൽ വന്നു.